ബേൺ ഔട്ട് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ്. ഇപ്പോൾ ഒരു 21st സെഞ്ച്വറി എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ബേൺഡ് ഔട്ടാണ്, ഡിപ്രസ്ഡ് ആണ്, വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ അതിനുള്ള സമയം കിട്ടുന്നില്ല. എൻ്റെയും സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയായിരുന്നു. എനിക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ, അതായത് യൂട്യൂബ് ബേസ്ഡ് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ജോലിക്ക് പോകും, 9 to 5 ആണ് വർക്ക് ചെയ്യുന്നത്, 50 മണിക്കൂറൊക്കെ എടുത്ത് ഒരാഴ്ചയിൽ പണിയെടുക്കേണ്ടി വരും. വർക്ക് കഴിയുന്നു, തിരിച്ചു വരുന്നു, നേരെ വരുന്നു, കൗച്ച് കാണുന്നു, കൗച്ചിലിരിക്കുന്നു, ടി വി ഓൺ ചെയ്തിട്ട് യൂട്യൂബോ സിനിമയോ നെറ്റ്ഫ്ലിക്സോ എന്തെങ്കിലും കാണാനാണ് ഏറ്റവും കൂടുതൽ മൈൻഡിന് ആഗ്രഹം. ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലായിട്ട് ഞാൻ ഇത്രയൊന്ന് നേരെ പണിയെടുത്താണ്. എനിക്കിനി വേറെ ഒന്നിനും വയ്യ. എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്, പാഷൻ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫീൽ ചെയ്യണം നമുക്ക് ബേൺഡ് ഔട്ടാണ്, അത് നമുക്ക് ചെയ്യാനുള്ള സമയമില്ല. കാരണം എനിക്ക് വർക്കിൻ്റെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെയും സിറ്റുവേഷൻ ഇതായിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ എടുത്തു കഴിഞ്ഞാൽ എനിക്കും യൂട്യൂബ് ചാനലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ഒരു ഫ്രണ്ടും കൂടെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു ഒരു കനേഡിയൻ ബേസ്ഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തു, ഞാനും അവരും. വിഷ്ണു നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പക്ഷേ അത് വർക്കൗട്ടായില്ല. കാരണം ഞങ്ങളന്ന് സ്റ്റുഡൻസ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ അത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത്ര ഡീപ്ലി ഇതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നത്, ജോലി കിട്ടിയപ്പോഴും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബേൺഡ് ഔട്ട് ആവുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കാരണം അത് ചെയ്യാണ്ടിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കെന്തായിരുന്നു വേണ്ടത്? എനിക്കൊരു കരിയർ ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, ഞാൻ മാനുഫാക്ചറിങ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് സംഭവങ്ങളുണ്ട് ഡെയിലി, പ്ലസ് എനിക്ക് ഇഷ്ടമുള്ളൊരു പാഷനൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഇഷ്ടമുള്ളൊരു സാധനം ഒരുമിച്ച് ഈ 9 to 5 കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? അപ്പോൾ അത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് എനർജി വേണം, ഒത്തിരി സമയം വേണം. നമ്മളെ തന്നെ സ്ട്രിക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സ്ട്രിക്റ്റ്, ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാനൊക്കെ എടുത്തിട്ട് നമ്മൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് ട്രെയിനറെയൊക്കെ എടുക്കുന്ന, നമ്മൾ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നു, ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, എല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ അതെന്നെ കൂടുതൽ ബേൺഡ് ഔട്ട് സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുപോയത്. കാരണം ഞാൻ ഓർത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണോട് ചെയ്യാൻ പറ്റും, പക്ഷേ അതത്ര ഈസി ആയിരുന്നില്ല. പിന്നെ അഗെയിൻ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ എല്ലാവരുടെ സിറ്റുവേഷൻസ് ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ട്രൈ ചെയ്യും, ഫ്ലോപ്പ് ആവും, ചിലപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ചില ആളുകൾ സ്റ്റാർട്ട് ചെയ്യില്ല, ഫ്ലോപ്പായി പിന്നെ അത് തുടങ്ങത്തില്ല. ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബിൻ്റെ കഥ സ്റ്റേജ് പറഞ്ഞ പോലെ, അത് തുടങ്ങി ഒരു വീഡിയോ ചെയ്തു, പിന്നെ ചെയ്തില്ല. ഈ വീഡിയോ എൻ്റെ ചാനലിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അപ്സ്കില്ലിംഗ് ബേസ്ഡ്, നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഐ വോണ്ട് ടു കൺവേ, ദാറ്റ്സ് മൈ ഹോൾ ഐഡിയ അബൌട്ട് ഡൂയിങ് ദിസ് ചാനൽ. അപ്പം ഇങ്ങനെ വേണ്ടി ഞാനും സ്റ്റാർട്ട് ചെയ്തു, കുറേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി, പിന്നെ ഡ്രോപ്പായി. പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ട്രൈ ചെയ്യാണ്, വീണ്ടും ഡ്രോപ്പായി, വീണ്ടും ട്രൈ ചെയ്യാണ്. കാരണം എനിക്ക് മനസ്സിലായതാണ്, ഇതൊരു സൈൻ വേവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ കാര്യങ്ങളും ദർ ഇസ് എ സൈൻ വേവ്. നമ്മുടെ ജോബ് എടുത്താൽ പോലും എല്ലാ ദിവസവും നമുക്ക് അടിപൊളി ജോബൊന്നും അല്ല, ജോബ് അടിപൊളിയാണ്. ചില ദിവസം നല്ല മോട്ടിവേഷൻ തോന്നും, ചില ദിവസം എനിക്ക് ഈ ജോലി വേണ്ട എന്ന് തോന്നും. സ്റ്റുഡൻസ് ആണെങ്കിലും ചില ദിവസമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ട്രിപ്പൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷേ പരീക്ഷയൊക്കെ വരുമ്പോൾ എക്സാമാണ്, നമുക്ക് പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ അപ്പ് ആൻഡ് ഡൗണും ഉണ്ട്. ലൈക്ക് ദർ ഈസ് ഓൾവേസ് ലൈക്ക് സൺറൈസ് ഉള്ള പോലെ സൺസെറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് സൺറൈസ് മാത്രം എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഫീൽ ദ ജോയ് ഓഫ് ദ തിങ്സ് യു ഗെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്കൊരു മീനിങ്, നമുക്കതിനകത്തൊരു ഇഷ്ടം ഉണ്ടാകണം. നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് ശരിക്കും ഒരു മീനിങ് ഉണ്ടാകത്തുള്ളൂ. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. പക്ഷേ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബേൺഡ് ഔട്ട് ആയി, എനർജി സീറോ ആയി, ജോലി ചെയ്യാനുള്ള എനർജി കിട്ടുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇതെങ്ങനെ എനിക്ക് ടാക്കിൾ ചെയ്യാം, ലൈക്ക് ഹൗ ക്യാൻ ഐ ഡു ദിസ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതിൻ്റെ ലൈക്ക് കണ്ടൻറ്റ് വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ആലോചിക്കുമ്പോൾ, ഞാനും ആദ്യം ആലോചിച്ചത് ലൈക്ക് എനിക്ക് നല്ല ലൈറ്റ് വേണം, നല്ല കിടിലൻ ക്യാമറ വേണം, കിടിലൻ മൈക്ക് വേണം. അപ്പോൾ നമ്മൾ വീഡിയോസ് അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കാണുന്നത്. ഞാനും അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇത് ബിൽഡ് ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം, അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അതിന് വേണ്ടി ചിന്തിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട സാധനം എന്താണ്? കണ്ടൻറ്റ്. അതിനെപ്പറ്റി ഞാൻ ഒത്തിരി ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ബേൺ ഔട്ട് ആകുന്നത്. കാരണം നമ്മൾ ബാക്കിയെല്ലാം സെറ്റായി, പക്ഷെ നമ്മൾ ആ ചെയ്യേണ്ട സാധനം ചെയ്യാൻ വരുന്നതിന് നമ്മൾ മടിയാണ്. പിന്നെ അത് ഡെയിലി ചെയ്യണം. ബാക്കിയെല്ലാം സെറ്റായി, കാരണം ക്യാമറ മേടിച്ചു കഴിഞ്ഞു, ലൈറ്റ് മേടിച്ചാൽ ലൈറ്റ് സെറ്റായി. ആ സാധനം സെറ്റായാൽ പിന്നെ ചെയ്യേണ്ട സാധനം നമുക്ക് ദർ ഇസ് നോ എക്സ്ക്യൂസ്, യു ടു ഡു ഇറ്റ് എവറി ഡേ. അവിടെ നമുക്ക് പ്രശ്നം വരും. അതാണ് എനിക്കും പറ്റിയത്. അവിടെ പ്രശ്നം വന്നു, കണ്ടൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം സ്ക്രിപ്റ്റ് ചെയ്യണം, നമ്മളത് കണ്ടൻറ്റ് എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അത് പോസ്റ്റ് ചെയ്യണം, പിന്നെ കമൻറ്റ്സ് വരുമ്പോൾ റിപ്ലൈ ചെയ്യണം. കണ്ടൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് യു വുഡ് നോ, ഞാൻ അത്ര ഡീപ്ലി ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. ബട്ട് ഐ എം ട്രൈങ് ടു ലൈക്ക് ഫോക്കസ്. ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ മെൻ്റലി അലൈനിങ് വിത്ത് മൈ പാഷൻ എന്ന് പറയുന്നില്ല, ബട്ട് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് ടു ഡു. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറ മേടിക്കുന്ന ഒരു ഓൾ സിസ്റ്റം വിട്ടിട്ട് ഐ ഫോക്കസ്ഡ് ഓൺ ദ സിമ്പിൾ തിങ്സ്. അതാണ് എൻ്റെ സിസ്റ്റം. 3
സിമ്പിൾ സിസ്റ്റം സ്ട്രാറ്റജി ദാറ്റ് ഐ യൂസ് ടു മാനേജ് മൈ 9 to 5 ഒരു ഫുൾ ടൈം ജോബ്, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ലൈഫ്, പ്ലസ് അതിന് ശേഷമുള്ള ഒരു സൈഡ് ഹസൽ അല്ലെങ്കിൽ ഒരു പാഷൻ ഹോബി പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എനർജി തരുന്ന എൻ്റെ സിസ്റ്റം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, എനർജി മോർണിംഗ്സ് എന്നാണ് ഞാൻ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, അതായത് ഒരാൾക്ക് ഇപ്പം എനിക്ക് പർട്ടിക്കുലർലി പറയുവാണെങ്കിൽ എനിക്ക് രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഐ ഫീൽ വെരി എനർജറ്റിക്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ നല്ല റുട്ടീൻ ഫോളോ ചെയ്യുന്ന, അതായത് നന്നായിട്ട് ഉറങ്ങി, മിനിമം ഒരു 7 മണിക്കൂറൊക്കെ ഉറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ഡേ ടു ഡേയിൽ ഒരു നല്ല എനർജി പീക്ക് ചെയ്യുന്നൊരു സമയം ഉണ്ടാവും. 20s ഒരു 20 വയസ്സുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നല്ല എനർജി ഉള്ള ടൈമാണ്. ലൈക്ക് ആഫ്റ്റർ 30 ഐ ഹിറ്റ് മൈ 30 കരയാൻ ബട്ട് ദർ ഇസ് എ ബിഗ് ചേഞ്ച് ഫ്രം 20 to 30. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത എനർജി നമുക്ക് കുറവാണ് കമ്പയർ ടു ദ 20s. അപ്പം അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ആ ഒരു എനർജി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ രാവിലത്തെ ആ ഒരു മൊമെൻറ്റ്, ഒരു സമയം, അതിനകത്ത് ഞാനിപ്പോൾ 10 മണിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ 4 മണിക്ക് എഴുന്നേക്കാനൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരുടെയും സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആണ്, സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ചില ആളുകൾ നൈറ്റ് ഔൾസ് ആണ്, ചില ആളുകൾ മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ അവർക്ക് എനർജറ്റിക്. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് എനർജറ്റിക് ആവുന്ന ടൈം, ലൈക്ക് ഇഫ് യു ടേക്ക് ദാറ്റ് ടൈം. അപ്പോൾ രാവിലെ 10 മണി എന്നുള്ള സമയത്ത് എന്നെ സംബന്ധിച്ച് പ്രശ്നം എനിക്ക് 10 മണിക്ക് മെജോറിറ്റി ടൈം ഞാൻ വർക്കിലായിരിക്കും. അപ്പോൾ ദ ഓപ്ഷൻ ദാറ്റ് ഐ ഹാവ് ഇസ് വീക്കെൻഡ്സ്, സാറ്റർഡേസ് ആൻഡ് സൺഡേസ്. അപ്പോൾ ആ സാറ്റർഡേ സൺഡേസ് രാവിലെ 10 മണി എന്നുള്ള സമയത്ത് ഐ ട്രൈ ടു ഡു സംതിങ് റിലേറ്റഡ് ടു കണ്ടന്റ്. കാരണം അതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് എനർജി തരുന്ന, മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡേ ടു ഡേയിൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. അഗെയിൻ ഇഫ് യു ഫോളോ എ ഡീസെൻറ്റ്, അത്യാവശ്യം ബാലൻസ്ഡ് ആയ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, യു ഫീൽ വൺ പോയിന്റ് ഇൻ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്ന ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഓഫ് കിട്ടുന്ന ടൈം ഉണ്ടെങ്കിൽ യു ട്രൈ ടു വർക്ക് ഓൺ സംതിങ് ദാറ്റ് യു റിയലി ലൈക്ക്. അപ്പോൾ അതിനകത്ത് എനർജി മോർണിംഗ്സ് ആണ് ഞാൻ എഴുതിയത്. ബട്ട് ഐ വുഡ് സേ ലൈക്ക് വാട്ട് എവർ, ലൈക്ക് ഈവനിങ്സ് ആയാൽ പോലും ലൈക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ട്, ആ മൊമെൻറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ സാധനം ലൈക്ക് രാവിലെ എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ലൈക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 10 മണിക്കാണ് എൻ്റെ പീക്ക് പോയിന്റ് വരുന്നത്. 10 മണിക്ക് മുമ്പ് ഞാൻ പീക്ക് പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഐ ഡു ലൈക്ക് ബിക്കോസ് മേ ബി ഐ ഫോളോ സം ഹാബിറ്റ്സ്. കാരണം ഞാൻ രാവിലെ വെച്ച് കോൾ ഷോവർ ചെയ്യും, രണ്ടാമതായിട്ട് ഞാൻ 20 പുഷപ്സ് ചെയ്യും, അല്ലെങ്കിൽ 25 പുഷപ്സ് ചെയ്യും. അപ്പോൾ ഈ 2 സാധനം ചെയ്ത് കഴിയുന്നതിനും ഐ ഫീൽ എനർജറ്റിക്. അപ്പോൾ ആ എനർജിയിൽ നിന്നാണ് പിന്നെ എനിക്ക് രണ്ടാമതിനും ഐ കംപ്ലീറ്റ്ലി ഫോക്കസ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഐ ട്രൈ ടു ഫോക്കസ് ഓൺ വാട്ട് ഐ റിയലി വാണ്ട് ടു ഡു. അപ്പം എൻ്റെ ക്യാമറ ഇടയ്ക്കൊന്ന് സൂം ഔട്ട് ആയതാണ്, സോറി ഇഫ് ദാറ്റ് ഇറിറ്റേറ്റഡ് യു. അപ്പം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്മാർട്ട് മീൽസ്, അതായത് ഷുഗർ കുറച്ചിട്ടുള്ള മീൽസ്. പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ അല്ലെങ്കിൽ ഷുഗറി ഡ്രിങ്ക്സിൻ്റെ അല്ലെങ്കിൽ ഷുഗറി ഫുഡ്സിൻ്റെ ഒരു ലൈഫിലാണ് നമ്മൾ എന്ത് സാധനം എടുത്താൽ പോലും രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുമ്പോൾ ചായക്കകത്ത് മധുരമുണ്ട്, രാവിലെ ചോറ് കഴിച്ചാൽ ചോറ് കാർബോഹൈഡ്രേറ്റ്സ് മധുരമുണ്ട്, അല്ലാതെ തന്നെ നമ്മൾ പരിപ്പോടെ വേണ്ടി കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ പപ്സ് അല്ലെങ്കിൽ അത് മധുരം എന്ന് പറയുന്നില്ല. ബട്ട് എനി ബേക്കറി ഐറ്റംസ് ലൈക്ക് ജിലേബി, ലഡൂസ്, ലൈക്ക് പിന്നെ നമുക്ക് ഷെയ്ക്കായി, ലൈക്ക് ഷുഗറിന് വേണ്ടിയിട്ട് നമുക്ക് സുലഭതയാണ്. ലൈക്ക് എന്ത് സാധനവും ഷുഗർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഷുഗർ ഇല്ലാത്ത സാധനങ്ങൾ കണ്ടുകിട്ടാനും പാടാണ്, അത് കഴിക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഫോക്കസിങ് ഓൺ ട്രൈ ടു ലൈക്ക് കട്ട് ഡൗൺ മൈ ഷുഗർ. എത്രത്തോളം ഷുഗർ എനിക്ക് കുറച്ച് കഴിക്കാൻ പറ്റും. ഒരു വീക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലെവൽ ഓഫ് കൺസ്യൂമിങ് ഷുഗർ എത്ര കുറവാണ്. അപ്പം ഇതിന് ബിഗ് താങ്ക് യു പറയേണ്ടത് എൻ്റെ ബ്രദറിന് തന്നെയാണ്. എൻ്റെ ചേട്ടൻ രാവിലെ ചായ ഉണ്ടാക്കുമ്പോൾ പുള്ളി ചായയിൽ മധുരം ഇടാതെ, ലൈക്ക് പുള്ളി ഒരു 28 or 25 ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റ് എന്തോ ആണ് പുള്ളി. ബട്ട് ആ പ്രായത്തിൽ ഷുഗർ ആണോ എന്ന് ചോദിച്ചാൽ ആളുകൾ കളിയാക്കിയത്. ബട്ട് ഐ വാസ് ലൈക്ക് നല്ലൊരു ഹാബിറ്റാണ്. കാരണം ബാക്കി പല രീതിയിൽ നമ്മൾ ഷുഗർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കും. ഇപ്പോൾ ചിലവർക്ക് ചായയിൽ മധുരമായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, യു ഗോ ഫോർ ഇറ്റ്. പക്ഷേ വേറെ നമ്മളിപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഡോണറ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടി വരുന്നൊരു മൊബൈൽ ട്രൈ ടു മനഃപൂർവ്വം നമ്മളതങ്ങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് കട്ട് ഡൗൺ ഷുഗർ. അതാണ് ഞാൻ ചെയ്തത്. ലൈറ്റായിട്ട് നമ്മൾ ഷുഗർ കുറയ്ക്കുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തു. സ്മാർട്ട് മീൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോട്ടീൻസ് കൂടുതലുള്ള മീൽസിലേക്ക് ഫോക്കസ് ചെയ്തു. ഇനി മൂന്നാമതായിട്ട് ഫിക്സ്ഡ് മൈ ഈവനിങ് സ്ലോട്ട്. എൻ്റെ മോർണിംഗ്സിലാണ് എനിക്ക് എനർജി വരുന്നത് പറഞ്ഞു. ഈവനിങ്സ് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരും. ഞാൻ വീക്ക് ഡേയ്സിൽ ഐ എം ഫൈൻ, മോർണിംഗ് എനിക്ക് വർക്ക് ചെയ്യാം. പക്ഷേ വീക്ക് ഡേയ്സിൽ വാട്ട് ഐ ഡു, കാരണം വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഐ എം ടയർഡ്. അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പഠിത്തം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമുകൾ കളിക്കാൻ പോകും, ക്രിക്കറ്റോ ഫുട്ബോൾ കളിക്കാൻ പോകും. അതിന് ശേഷം വന്നിട്ട് നമ്മൾ ഫോണിനകത്തോടെ സ്പെൻഡ് ചെയ്യുന്നതിന് വി ഡോണ്ട് ഹാവ് ടൈം, റൈറ്റ്? അപ്പം ഞാൻ പേർപ്പസ്ഫുള്ളി ഐ ബ്ലോക്ക് മൈ ടൈം. ലൈക്ക് എനിക്കൊരു വൈകുന്നേരം വന്നിട്ടുള്ള ഒരു 8 മണി to ഒരു 9 മണി രാത്രി, എനിക്ക് ആ ഒരു സമയം 1 മണിക്കൂർ ഐ നീഡ് ടു ഡു സംതിങ്. അതിപ്പോൾ ഞാൻ കണ്ടന്റ് എടുത്തില്ലെങ്കിൽ പോലും തന്നെ ഞാൻ ഫോക്കസ് ഓൺ വാച്ച് സംതിങ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു കണ്ടന്റ്, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു സെൽഫ് ഡെവലപ്മെന്റ്. എന്നെ തന്നെ അപ്സ്കിൽ ചെയ്യുന്ന എന്തെങ്കിലും സാധനം, ഒരു പോഡ്കാസ്റ്റ് ആവട്ടെ, ഫൈനാൻഷ്യലായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ആവട്ടെ, അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ, എന്തെങ്കിലും ഒരു സാധനം ഐ ട്രൈ ടു ഫോക്കസ്. അപ്പോൾ ആ ഒരു ഫിക്സ്ഡ് ഈവനിങ് സ്ലോട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്.
അപ്പം ഈ 3 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ലൈക്ക് എ ഫുൾ ടൈം ജോബ് അല്ലെങ്കിൽ ഫുൾ ടൈം സ്റ്റുഡൻറ്റ് വിത്ത് ലൈക്ക് വാട്ട് എവർ യു വോണ്ട് ടു ഡു. റോബിൻ ശർമ്മ പറഞ്ഞ ഓതറാണ്, പുള്ളി പറഞ്ഞതാണ്, ചേഞ്ച് ഈസ് ഹാർഡ് അറ്റ് ഫസ്റ്റ്, മെസ്സി ഇൻ ദ മിഡിൽ, ഗോർജിയസ് അറ്റ് ദ എൻഡ്, കീപ് ഗോയിങ്. അപ്പോൾ സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.